വീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള ബ്ലൂം മാളിലേക്ക് ഒന്ന് കയറി നോക്കാം. നമുക്ക് രാത്രി 10 മണി കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആണ്, എല്ലാ സ്ഥലത്തും ഓപ്പൺ ആണ്. കസ്റ്റമർ കുറേയൊക്കെ ഉണ്ട്, എന്നാലും പകലുള്ള പോലെ ഇല്ല. പക്ഷെ ഇഷ്ടം പോലെ ഉള്ളിൽ ഓപ്പൺ ആണ്, എല്ലാ സ്ഥാപനങ്ങളും ഓപ്പൺ ആയി കിടക്കുകയാണ്. അതാണ്ടോ വീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ രാത്രി 10 മണിക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാം. ശരിക്കും എല്ലാ കടകളും അടഞ്ഞു കിടക്കുക കേട്ടോ. ഇതേപോലെ തന്നെയാണോ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് നോക്കി നോക്കാം. ബ്ലോക്ക് നമ്പർ 1 കുറേ കടകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ എന്തല്ല സാധാരണ പകലുള്ള പോലെ മുഴുവനായിട്ട് തുറന്നിട്ടില്ല കേട്ടോ. ആളും ബഹളവും അതേപോലെ ഇലക്ട്രിക് റിക്ഷയൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ റഷ് ഉള്ള ഒരു ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് നമ്പർ 4 ആട്ടോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റ് ആയിട്ട് കടകൾ അടക്കുന്ന ഒരു ബ്ലോക്ക് നമ്പർ 4 ആണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്ന ഒരു ബ്ലോക്ക് നമ്പർ 4 ആണ്. 10 മണിക്ക് ഇതാണ് അവസ്ഥ. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന കത്താൽ ചപ്രേന്റെ പുറത്താണ് നമ്മളുള്ളത് കേട്ടോ. സമയം രാത്രി 10:30 മണിയായി. ഈ സമയത്ത് ഇതിന്റെ അകത്തുള്ള അവസ്ഥ എന്താണുള്ളത് നോക്കാം. ഫുള്ള് കസ്റ്റമർ ഉണ്ട് കേട്ടോ. രാത്രി 10 മണി കഴിഞ്ഞിട്ട് കത്താൽ ചപ്ര ചെയ്തൊക്കെ ഫുള്ളാളാണ് വേണ്ട. പകലുള്ളത് പോലെ തന്നെ ഇഷ്ടം പോലെ കസ്റ്റമർ ഉണ്ട്, എല്ലാ കടകളും ഓപ്പൺ ആണ് രാത്രി 10 മണി കഴിഞ്ഞിട്ട്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീടുകളിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന സ്ഥലം ഈ കത്താൽ ചപ്രയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താ വെച്ചാൽ ഹോൾസെയിൽ കസ്റ്റമർ ഒന്നും രാത്രി വരില്ല. 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞാലൊന്നും കടകളിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആരും വരില്ല. പക്ഷെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വീടുകളിലേക്ക് സാധനം വാങ്ങാൻ ഇവിടെയുള്ള അറബികളും അതേപോലെ അല്ലാതെയുള്ള എല്ലാ രാജ്യക്കാരും വന്ന് സാധനം വാങ്ങുന്നത് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ മാർക്കറ്റ് ആക്റ്റീവാണ്, ഫുൾ ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് അവീർ മാർക്കറ്റിൻ്റെ അവസ്ഥ. സാധാരണ പകല് ശരിക്കും ഉത്സവ പ്രതീതിയാണ്. ഇലക്ട്രിക് റിക്ഷകൾ അത് ശരിക്കും ഈ കത്താൽ ചപ്രയിൽ ഉണ്ടാവില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക് റിക്ഷ അതേപോലെ തന്നെ ആളുകളെ തിരക്കും ഒക്കെ ആയിട്ട് പകല് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതേപോലെയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. കാരണം കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ GCCൻ്റെ പല ഭാഗത്തുനിന്നും ഇവിടത്തേക്ക് സാധനം എടുക്കാൻ വരുന്നുണ്ട്. കൂടാതെ UAE എല്ലാ ഭാഗങ്ങളിലേക്കും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്കാണ് വരുന്നത്, അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇത് റീറ്റെയിൽ ആയിട്ടുള്ള ശരിക്കും കച്ചവടമാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീടുകളിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ, പഴങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് കത്താൽ ചപ്ര ഇതേപോലെയുള്ള സ്ഥലമാണ്. ഇതാണ്ടോ ശരിക്കും മാർക്കറ്റ് സജീവമാണ്. രാത്രി 10:30 മണി കഴിഞ്ഞു, ഇപ്പോഴും എന്താണ് മാർക്കറ്റിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, കച്ചവടക്കാരൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി വന്നില്ലേ?